ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ രാവിലെ 6 മണി മുതലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ക്ലീനിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇടിയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് വാട്ടി ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടക്കറിയിലേക്കുള്ള സവാള പൊടി ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. സവാളയും പച്ചമുളകൊക്കെ വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. അഗാരോയുടെ എഗ്ഗ് ബോയിലർ ആൻഡ് പോച്ചറാണ് പരിചയപ്പെടുത്തുന്നത്. 2-in-1 എഗ്ഗ് ബോയിലറാണ്. ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത്. ഫുൾ കവറിങ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ വയറൊക്കെ ആണെങ്കിലും നല്ല ലെങ്തി ആയിട്ടുള്ള വയറാണ്. പിന്നെ ഇതിനൊരു ബ്ലാക്ക് ട്രേ വരുന്നുണ്ട്. ഇതിലാണ് നമ്മൾ പോച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കുന്നത്. 4 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ മെഷറിംഗ് കപ്പ് വരുന്നുണ്ട്. ഇതിൽ എൻ്റെ താഴെയായിട്ട് ഒരു നീഡിൽ കൂടി വരുന്നുണ്ട്. ഇത് നമ്മൾ എഗ്ഗിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് വേണം ബോയിൽ ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ക്രാക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഹീറ്റിംഗ് പ്ലേറ്റ് വരുന്നുണ്ട്. ഇതിലാണ് നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഫുഡ് ഗ്രേഡ് ട്രാൻസ്പെറൻറ്റ് കവർ കൂടി വരുന്നുണ്ട്. പിന്നെ യൂസർ മാനുവൽ ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ വാറണ്ടി കാർഡ് കൂടി വരുന്നുണ്ട്. ഇതിനകത്താണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഫുൾ ബോഡി കവറിങ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് 4 ബുഷ് വരുന്നുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് മുൻപ് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 85 ml ആണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഹീറ്റിംഗ് ട്രേ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ടൊരു നീഡിലുണ്ടല്ലോ, അത് വെച്ച് ഒരു ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ മുട്ട എടുത്തിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ക്രാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരേ സമയം ഇതിൽ 8 മുട്ട വരെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ 8 മുട്ടയും ഞാൻ ഇതേപോലെ ഹോൾ ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളം എത്രയാണോ ഒഴിച്ചത് ആ വെള്ളം ഫുള്ള് വറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫാവും. അപ്പോൾ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു ടൊമാറ്റോ കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടയും ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ്ഗ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഹോൾ ഇട്ടിട്ടാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രാക്കൊന്നും വീഴാതെ തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് പോച്ച്ഡ് എഗ്ഗും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 125 ml വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ 55 ml അല്ലെങ്കിൽ 85 ml ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് 2 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ പോച്ച്ഡ് എഗ്ഗും റെഡിയാക്കി കിട്ടും. അങ്ങനെ നമ്മുടെ പോച്ച്ഡ് എഗ്ഗും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അഗാരോയുടെ 2-in-1 എഗ്ഗ് ബോയിലർ ആൻഡ് പോച്ചർ വാങ്ങിക്കാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.